അസ്സലാമു അലൈക്കും സഹോദരന്മാരെ, അബ്ദുള്ള കാസർഗോഡാണ്. എല്ലാവരോടും എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു മുന്തിയ ജാതിൻ്റെ ഒരു നേതാവുണ്ട് നമ്മുടെ കേരളത്തിൽ, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നൊരു സാധനം. അദ്ദേഹത്തിന് കുറച്ച് നാളായിട്ട് ഒരു സൈസ് മാനസിക രോഗം പിടിച്ചിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളെ കാണുമ്പോൾ മാനസികം കുറേ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ഹിന്ദു സഹോദരന്മാരോട് പറയേണ്ടത്, ആ മുന്തിയ ജാതിൻ്റെ ആളുണ്ടാവുമല്ലോ, മുന്തിയ ജാതിക്കാർ, ആ മുന്തിയ ജാതിൻ്റെ നേതാവ് എന്നുള്ള നിലക്ക് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഇത്ര മുന്തിയ ജാതിക്ക് ഇത്ര ഒരു വർഗീയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉടനെ ഒരു ഭ്രാതാശുപത്രി കാണിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടായിട്ട് മരുന്ന് കൊടുത്തിട്ട് അദ്ദേഹത്തെ നല്ല സൂത്തിലാക്കിയിട്ട് നിങ്ങൾ ആ മുന്തിയ ജാതിൻ്റെ തലപ്പത്ത് ഇരുത്തണമെന്ന് നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത്. സാധാരണമാരെ കേൾക്കുന്ന സാധാരണമാരോട് എനിക്ക് പറയാനെന്ന് വെച്ചാൽ, നമ്മളെ ഈ ഇന്ത്യ രാജ്യത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ലോകത്തിലെ മുസ്ലിങ്ങളെ പറ്റിയിട്ടും മുസ്ലിങ്ങളെ ഭരണത്തിന് പറ്റി ഒരുപാട് ഇയാൾ ചീത്ത പറയുന്നത്, വർഗീയം പറയുന്നത് ഒരുപാട് ആളുകളായി ഇയാൾ വർഗീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറക്കിപ്പോൾ പറയേണ്ടത് വെച്ചെങ്കിൽ, ഇറക്കി എന്ത് സഹോദരന്മാർ പറയാനുള്ളത്, നിങ്ങളൊന്ന് ഈ ഒരു വീഡിയോ ഒന്ന് കാണും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിമിൻ്റെ ആധിപത്യം അവിടെ ഭരണവിടെ വരാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാടുവിടെയാണ്. അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മുസ്ലിം കണ്ടില്ലേ, ഇതാണ് അദ്ദേഹം പറഞ്ഞ ഇപ്പോഴത്തെ വീഡിയോൻ്റെ ചുരുക്കം. അതായത് മുസ്ലിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിലോ ഭരണത്തിലോ മറ്റ് വന്നാൽ ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യന് രാജ്യം വീഴേണ്ടി വരും, ഈ മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം വാക്ക് പറയുന്നുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ചെയ്ത് എന്താണ് അപരാധം നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യ രാജ്യത്ത് ഏകദേശം ചുരുങ്ങിയത് ഒരു 700-800 മുസ്ലിങ്ങൾ ഈ രാജ്യം ഭരിച്ചിരുന്നു. ഈ രാജ്യം ഭരിച്ച സന്ദർഭത്തിൽ ആരെങ്കിലും ഹിന്ദുക്കളോ അല്ല മറ്റേതെങ്കിലും സമുദായക്കാർ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമോ, അല്ല ഓടിയിട്ട് മുസ്ലിങ്ങളെ പിന്നെ കണ്ടിട്ട് ഓടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് ആർക്കും പറയാൻ പറ്റുമോ? ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ചരിത്രം പറയാൻ പറ്റുമോ? മറ്റേ നമ്മൾ ഈ രാജ്യത്തിന് പിടിച്ചടക്കാൻ വന്ന ബ്രിട്ടീഷുകാർ ഓടിയിരുന്നു മുസ്ലിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ കണ്ട് ഈ ചങ്ങായിക്ക് പറയുന്ന പോലെ മുസ്ലിങ്ങൾ കണ്ടിട്ട് അല്ല മുസ്ലിംസിൻ്റെ ഭരണം കണ്ടിട്ട് ഏതെങ്കിലും ദ്രോഹിച്ചിട്ട് ഈ ഇന്ത്യ രാജ്യത്ത് ഭരിച്ച മുസ്ലിം ഭരണാധിപന്മാർ മറ്റുള്ള സമയത്തിൽ ക്രൂരത കാണിച്ചത് കാര്യം തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ. കാരണം വർഗീയവാദികളാണ് രാജ്യം ഭരിച്ചത്, വർഗീയവാദികളാണ് രാജ്യം ഭരിച്ചത്. 800 വർഷം വരെ ഇന്ത്യ രാജ്യം ഭരിച്ച മുസ്ലിങ്ങൾ വർഗീയപരമായിട്ട് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സഹോദരൻ? ഇന്ന് 12% മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ടാകുന്നത്, ഭൂരിപക്ഷം മുസ്ലിങ്ങൾ കട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനത്തെ ചരിത്രത്തിൽ അങ്ങനത്തെ അല്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം. ആ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടെന്നല്ല ഇതേപോലത്തെ പോലത്തെ ആളുകളൊന്ന് വാക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലേക്കല്ല പോകുന്നത്. അപ്പം മുസ്ലിം ഭരണാധിപന്മാർ ഉണ്ടായിട്ടൊന്നും ഒരു പ്രശ്നം ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. അവരൊക്കെ ഈ രാജ്യത്തിന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഇപ്പം നോക്ക്, നമ്മളെ ഈ രാജ്യത്ത് ഈ പിന്നെ നമ്മളെ ഈ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യം ആരാണ്? അബ്ദുൽ കലാം ആസാദാണ് നമ്മൾ ഇന്ത്യൻ്റെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത്. ആ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയും ഈ നരേന്ദ്രമോദിനെ പോലെയും സ്വന്തം നാട്ടിൽ സംസാരിക്കുന്ന ഭാഷയില്ലാതെ കണ്ട് ഇംഗ്ലീഷ് ചേർത്തൊരു സാധനം അറിയിട്ടിരുന്നു ആരെങ്കിലോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കാണില്ലേ, അമേരിക്കയിലും അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് നാണം കെട്ടിയിട്ട് വരുന്നത് ഹിന്ദിയിൽ സംസാരിച്ചിട്ട് നമ്മുടെ നരേന്ദ്രമോദി. ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസ നയം പോലും എങ്ങനെ കൊണ്ട് തീരുമാനിച്ചൊരു മുസ്ലിമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത്തരം വിദ്യാസമ്പന്നരായ ഈ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്താ മുസ്ലിങ്ങൾ ഭരിച്ചിടത്തേക്കും മുസ്ലിങ്ങളുടെ സ്ഥലത്ത് ഒരിക്കലും ഒരു ദോഷവും വരാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് തിരിച്ച് കേരളത്തിൽ നമുക്ക് CH മുഹമ്മദ് സാഹിബ് വഹിക്കാതെ ഏത് മന്ത്രിസ്ഥാനമുള്ള സഹോദരന്മാരെ? ബുദ്ധിയുള്ളവർ എല്ലാവർക്കും അറിയില്ല. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം ബാക്കി എടുക്കട്ടെ. എന്നാൽ ഈ CH മുഹമ്മദ് ഭരിച്ച എല്ലാ മന്ത്രിസ്ഥാനത്തിലും എല്ലാ കാര്യങ്ങളും വകുപ്പും കൈകാര്യം ചെയ്ത അയാൾ അദ്ദേഹത്തിൻ്റെ ഭരണ സമയത്ത് ഏതെങ്കിലും ഹിന്ദു സമുദായത്തിലോ ക്രിസ്ത്യൻ സമൂഹത്തിലോ എന്തെങ്കിലും ഒരു വിഷമമുണ്ടായ ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹം ഭരിച്ച വകുപ്പിൻ്റെ സന്ദർഭത്തിൽ ഏതെല്ലാം വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു? കേരളത്തിൽ വേണമെങ്കിൽ ഒരു ചുരുക്കൊരു കാര്യം പറയാം. കേരളത്തിലും CH മുഹമ്മദ് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി ആയ സമയത്ത്, മുഖ്യമന്ത്രി ആയ സമയത്തും തോന്നുന്നു എനിക്ക്, പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് കുറുപടി ചെന്നിട്ടുള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നു പണ്ട്, റൂട്ട് മാർച്ച്. അതുപോലും നിരോധിച്ച മനുഷ്യനാണ് ഭരണം കിട്ടി ജയിച്ചാകുമ്പോൾ. കാരണം നമ്മൾ ആരെ ഭയപ്പെടുത്താൻ, ഇതിനു വേണ്ടി കുറുപടി കൊണ്ടുപോകുന്നു, ആരെ ഭയപ്പെടുത്താൻ? അതുകൊണ്ട് മേലിൽ പാടില്ല. അന്ന് മുതലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ വെയിച്ച് കേട്ടിൽ കുറുപടി നിരോധനം വന്നത്. അതിനുശേഷം വീണ്ടും കുറുപടി ഉണ്ടായിട്ടുണ്ട്, ആരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മുസ്ലിങ്ങൾ വരുന്ന സമയത്ത് മുസ്ലിങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരുന്നല്ലാണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അതാണ് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം തന്നെ. പിന്നെ എവിടെയാണ് ഹിന്ദുക്കൾ നാട് വിടേണ്ടി വരുമോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സഹോദരന്മാരെ? പിന്നെ അതുപോട്ടെ, പണ്ട് ടിപ്പു സുൽത്താൻ്റെ തേരോട്ടായ കാലത്തിലാണ് ഇവിടെ കേരളത്തിലേക്ക് ടിപ്പു സുൽത്താൻ വന്നത്. ചരിത്രം നിന്ന് നോക്കിയാൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ദേവസ്വം ബോർഡിന്, അതായത് അമ്പലത്തിന് 10,000-കണക്കിന് സ്വത്ത്, സ്ഥലം, ഭൂമി എഴുതി കൊടുത്ത ഒരു മഹാനാണ് ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിനാണ് ഇന്ന് നമ്മളെ നാട്ടിൽ RSകാരന് ഈ വെള്ളാപ്പള്ളി പോലത്തെ ആളൊക്കെ പറയുന്നത് വർഗീയവാദികൾ, ഇത് മുസ്ലിങ്ങളെ. എത്ര 10,000-കണക്കിന് സ്വത്ത് അമ്പലത്തിൽ നിന്ന് ഉൾപ്പെടുത്തണോ? ആരാണ് ഇത് കൊണ്ട് എൻ്റെ അടിയാതെ എടുത്ത് നോക്കണോ? അടുത്ത ആരാന്ന് കൊടുത്തിരുന്നുള്ളത്? പിന്നെ എവിടെയാണ് മുസ്ലിങ്ങൾ വിഭാഗീയത കാണിക്കുന്ന സഹോദരന്മാരെ? എവിടെയാണ് മുസ്ലിംസിൻ്റെ ഭരണമുണ്ടെങ്കിൽ ദ്രോഹം ഉണ്ടാകുന്നത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്.
വേണ്ട, നമുക്കൊന്ന് മറ്റൊന്ന് തിരിക്കാം. ലോകത്ത് എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടല്ലോ. ആ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ പറ്റി എത്ര ഹിന്ദു സഹോദരന്മാർ, ക്രിസ്ത്യൻ സഹോദരന്മാരൊക്കെ പണി ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന ആളുടെ ഇന്ന് അവിടെയൊക്കെ ഇന്ത്യയിൽ 5 ലക്ഷം രൂപ ശമ്പളം ചെയ്യുന്നവരുന്നില്ല. വലിയ വലിയ ആളുണ്ടാവും, അത് വേറെ. നമ്മളെപ്പോലത്തെ ആളുന്ന 5 ലക്ഷം രൂപ ശമ്പളം നിസ്സാരപ്പെട്ട ജോലിക്ക് 5 ലക്ഷം രൂപ ശമ്പളം പാസിന് വരുമാനമുള്ള ആളൊന്നും നമ്മുടെ നാട്ടിലായിരിക്കും ഗവൺമെൻറ് ജോലി കൊടുക്കാൻ പറ്റില്ല. ഈ അറബ് രാഷ്ട്രത്തിലുണ്ടല്ലോ ഇന്ന് നിലവിൽ 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം ശമ്പളം ചെയ്യുന്ന ആൾ പോലും ഉണ്ട്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. മുസ്ലിംസില്ല. മുസ്ലിംസ് എവിടെ പോയാലും ക്ലാസ് പോകുന്നതാണെന്നുള്ളത് ഒട്ട വെച്ചവ് നടത്തിയിട്ട്. ഇവിടെ ആരെങ്കിലും ഒരു നോക്കുന്നുണ്ട്, അറബികൾ ആരെങ്കിലും? അവർ ആർക്കാരും വിദ്യാഭ്യാസമുള്ളത് അവർക്ക് ഒരു കൊടുക്കുന്നല്ലാണ്ട് ഇവിടെ ആരെങ്കിലും മത എൻ്റെ ജാതി എന്നത് നോക്കുന്നുണ്ടാ? പിന്നെ എവിടെയാന്ന് പറയുന്നത് ഈ മുസ്ലിം രാഷ്ട്രത്തിൽ നമ്മൾ ഇന്ത്യ രാജ്യത്തെ പോലത്തെ സ്വതന്ത്രമുള്ള രാജ്യമൊന്നല്ല ഇത്. എന്നിട്ട് അവിടെ പോലും നമുക്ക് ഗൾഫ് രാജ്യത്തിൽ പോയിട്ട് ഒരു ചെരുപ്പ് തുന്നി നിർത്താൻ തിരക്കാറില്ല. ഓന് പോലും ബസ് എടുത്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഒരു പോയിട്ട് റോഡിൽ ഇറക്കുന്നത് ചെരുപ്പ് തുന്ന. ഇതാണ് ഈ രാജ്യം എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഈ ഗൾഫ് രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ലോകത്തിൻ്റെ കണ്ണിൻ്റെ മുകളിൽ ചരിത്രം പോലെയുള്ളതാണ്. കണ്ണൊക്കെ എല്ലാവർക്കും തെളിവായിട്ട് കാണുന്നത്. എന്നിട്ട് പറയുന്നത് മുസ്ലിങ്ങൾ ഭരിച്ചാൽ, മുസ്ലിങ്ങൾ ഉണ്ടായാൽ, മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്ന ദ്രോഹത്തിനൊന്ന് തുറന്ന് പറയൂടോ. എന്താണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് ദ്രോഹമെന്ന്? എന്താണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു നമുക്കറിയുന്നില്ലല്ലോ. നിങ്ങൾ തുറന്ന് പറ മുസ്ലിംസ് എന്ത് ചെയ്യുന്നുള്ളത്? നിന്നേക്കാൾ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ അവകാശമുള്ളവരാണ് മുസ്ലിങ്ങൾ ജീവിക്കാൻ. മുസ്ലിമിൻ്റെ രക്തത്തോടുള്ളത് ഈ ഭൂമിയിൽ കമിഞ്ഞ് കിടന്ന് മണപ്പിച്ച് നോക്കിയിട്ടുണ്ടല്ലോ. മുസ്ലിംസിൻ്റെ രക്തത്തിൻ്റെ മണം വരും. ഈ പറയുന്നവൻ്റെ ഒക്കെ ഷൂതൊക്കെ മണേ വരുള്ളൂ. മനസ്സിലായില്ലേ? മുസ്ലിങ്ങളെ നിങ്ങൾ ആരും അങ്ങനെ കൂടുതൽ ഇളക്കി വിടാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നമുക്ക് സഹി കെട്ടുകൊണ്ട് പറയുന്നുണ്ട്. എത്രയാണ് ഇത്? എപ്പോഴും അവനവൻ്റെ മതത്തിനെ സ്നേഹിക്കേണ്ടത് സാധാരണ. അതിന് ആരും ഒരിക്കലും അപരാധം എന്ന് പറയാൻ പറ്റില്ല. അവനവൻ്റെ മതത്തിനെ സ്നേഹിച്ചാൽ പിന്നെ അവനിങ്ങനെ ഒരു മതവിശ്വാസിയാണ്. അവനവൻ്റെ മതത്തിനെ സ്നേഹിക്കണമല്ലോ. ഇതല്ലല്ലോ. ഇത് ഓൻ്റെ മതത്തിനെ വളർത്താനും അറിയില്ല, മറ്റൊരുത്തരുടെ മതങ്ങളെ ജീവിക്കാനും അനുവദിക്കില്ല എന്നുള്ള ആ രൂപത്തിലാണ് ഈ പ്രസ്താവനയൊക്കെ വരുന്നുള്ളത്. അതുകൊണ്ട് കേൾക്കുന്ന സഹോദരന്മാർ എനിക്ക് പറയാനുള്ളത്, ഈ വർഗീയ വിദ്വേഷം ഇവനൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ഭ്രാന്താസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് നല്ല ചികിത്സ കൊടുത്തിട്ട് നല്ലൊരു മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ നല്ലവരായ മനുഷ്യന്മാർ, നല്ലത് മാത്രം സംസാരിക്കുന്ന മനുഷ്യന് വഴി ഇവരൊക്കെ ഈ ലോകത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും ഈ നാടിൽ ഒരു മനുഷ്യന് നന്മ എന്ന് പറയുന്നൊരു സാധനം ഇവരൊക്കെ എന്തെങ്കിലും ആർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നന്മ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഗുണം കിട്ടുന്നത്, അല്ലെങ്കിൽ ഇയാളെ വാക്ക് കിട്ടി ഒരു മനുഷ്യൻ നേർവയിലാകുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ട്? ഇങ്ങനത്തെ ഒരുപാട് ഇവരുണ്ട്. ഇതിനെപ്പോലത്തെ കുറേ RSSകാരും ഉണ്ട്. ഇവരൊക്കെ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത്? എന്താണ് ഈ നാട്ടിൻ്റെ നന്മ ചെയ്യുന്നുള്ളത്? വർഗീയത്തിൻ്റെ കൃഷി മാത്രം നടത്തുന്നില്ല, അതിൻ്റെ വേറെ എന്തെങ്കിലും കൃഷി ഇവർ നടത്തുന്നുണ്ടോ? പറയുന്നത് തന്നെ വർഗീയം. രാവിലെ മുതൽ രാത്രി കിടന്നുറങ്ങുന്നവരെ പറയുന്നത് മുസ്ലിം. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇന്നത്തെ വാർത്താ ചാനൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടല്ലോ. ഇവിടെ വാർത്താ ചാനലും ഉണ്ടായില്ല, ഒരാൾക്ക് മുണ്ടാനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം നോക്കിയാൽ ഇവർ പറയുന്നത് ക്രിസ്ത്യാനിസിനും മുസ്ലിംസിനും പറയാനേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ ഒരു ചർച്ച ഉണ്ടാവില്ല ഇന്ത്യയിൽ. ആദിവാസികളെ പോലെ പണ്ടത്തെ ഇങ്ങനെ കാടാമാറാണെങ്കിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും ഞാനെന്തെങ്കിലും ഇതിൽ എൻ്റെ വിദ്വേഷ പ്രസംഗമായിട്ട് പറഞ്ഞതല്ല. ഒരു കേട്ട് സഹിച്ചിട്ട് ഒരു സമുദായം എന്നുള്ളവർക്ക് നമുക്കൊരു കേൾക്കുന്നതിനൊരു പരിധിയില്ലേ, അല്ലെങ്കിൽ ഒരാളെ പറയുന്നതിനൊരു പരിധിയില്ലേ. ഇതെന്തിനാ എപ്പം നോക്കിയാലും ആരെയും നമ്മൾ ആരെ ചെല്ലും ജീവിക്കുന്നുള്ളൂടെ. ഇവിടെ മുസ്ലിംസ് ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ ഒരു ഗുണമില്ലടോ. നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമുക്ക് മുസ്ലിംസിന് പറഞ്ഞ സംവരണം പോലും കിട്ടുന്നില്ല. പറഞ്ഞ പണീൻ്റെ അടുത്തില്ല, അതുപോലും കൊടുക്കുന്നില്ല. എന്നിട്ട് മുസ്ലിംകാരുടെ എവിടെയെങ്കിലും പോയിട്ട് അധ്വാനിച്ചിട്ട് കൊണ്ടിട്ട് സ്വന്തം മക്കളെയും ഭാര്യയും കുടുംബത്തിനും പോറ്റി വളർത്തുന്നില്ല. എന്താണ് ഇവർക്കൊണ്ട് പ്രശ്നമുള്ളത്? എന്താണ് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇത് ഗുണമുള്ളത്? കണ്ടില്ലേ? ഇപ്പോൾ നരേന്ദ്രമോദി വന്നേ 10 വർഷത്തിൻ്റെ അകത്ത് 1,54,000 പാർപ്പിടങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പള്ളി, ചർച്ച്, മറ്റുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സ്ഥാപനങ്ങളും 1,50,000. ഇതാണ് ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു മുസ്ലിങ്ങൾക്ക് ചെയ്യുന്നത്. ഇതൊന്നും ഈ ഭ്രാന്തനും ഉണ്ടാകുന്ന പറ്റുന്നില്ല. ഈ ഭ്രാന്തന് ഇങ്ങനത്തെ പറ്റി എന്തെങ്കിലും 2 വാക്ക് പറയുള്ളൂ. പാടില്ലാതെന്ന്. കാരണം ഇവൻ അറിയില്ലല്ലോ. ഇവൻ ജനിച്ചിട്ട് തന്നെ ഇതിനല്ലേ വർഗീയം പറയാനല്ലേ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കേൾക്കുന്ന സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്നവരെങ്കിൽ, ഈ രാജ്യത്തിന് തകരണ്ടെങ്കിൽ ഇവനെ പുറത്തേക്ക് പിടിച്ച് പുറത്താക്കിയിട്ട് നല്ല ആളുകൾ അവിടെ പ്രതീക്ഷിക്കണം. ഒരു നല്ല പേര് കേട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്താണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നുള്ളത്. എന്നിട്ട് ഭ്രാന്താന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഭ്രാന്തിന്ന് അയാൾ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നല്ല മനുഷ്യരെ പ്രതീക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പറഞ്ഞ് എന്തെങ്കിലും തെറ്റുവിട്ടുകൊണ്ട് ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.